പ്രശ്നത്തിന്റെ വിശദീകരണം. ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കളിൽ മാനസിക രോഗ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പഠനമർദ്ദം, സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയവ മൂലം പല യുവാക്കളും ഉത്കണ്ഠ, നിരാശ, ഒറ്റപ്പെട്ട നില തുടങ്ങിയ അവസ്ഥകളിൽ കുടുങ്ങുകയാണ്. ഇതേക്കുറിച്ചുള്ള അവബോധത്തിന്റെ അഭാവവും സഹായം തേടാനുള്ള മടിയും പ്രശ്നവും കൂടുതൽ ഗുരുതരമാക്കുന്നു. 2. പ്രശ്നത്തിന്റെ കാരണങ്ങൾ. പഠനമർദ്ദം. മികച്ച വിജയം നേടണമെന്ന സമൂഹ മാതാപിതാക്കളുടെ പ്രതീക്ഷ. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം. അനാവശ്യ താരതമ്യങ്ങൾ, സൈബർ ബുള്ളിംഗ്, സ്വയം വിശ്വാസക്കുറവ്. കുടുംബ പ്രശ്നങ്ങൾ. മാതാപിതാക്കളുടെ തർക്കം, ആശയവിനിമയക്കുറവ്. സുഹൃത്തുക്കളിൽ നിന്നുള്ള സമ്മർദ്ദം. കൂട്ടത്തിൽ പൊരുത്തപ്പെടാനുള്ള ശ്രമം. അറിവിന്റെ കുറവ്. മാനസികാരോഗ്യത്തെപ്പറ്റിയുള്ള അവബോധമില്ലായ്മ. 3. പ്രശ്നത്തിന്റെ ഫലങ്ങൾ. പഠനത്തിൽ താൽപര്യം കുറയുക, സമൂഹത്തിൽ നിന്ന് അകലം പാലിക്കുക, മയക്കുമരുന്ന് ഉപയോഗം പോലെയുള്ള ദൃശ്യവർത്തനങ്ങൾ, ആത്മഹത്യാ ശ്രമങ്ങൾ വർദ്ധിക്കുക, ഭാവിയിൽ മാനസികമായ അസ്ഥിരത തുടരുക. ഈ പ്രശ്നം കൂടുതലായി കാണുന്ന സ്ഥലങ്ങൾ. ഈ പ്രശ്നം സ്കൂളിലും കോളേജുകളിലും നഗര ഗ്രാമമേഖലയിലുമൊക്കെ കാണപ്പെടും. സർവേ പ്രധാനമായും 13 വയസ്സ് 19 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും സ്കൂളുകൾ, യുവജന കേന്ദ്രങ്ങളിൽ വഴി നടത്തി. 5. പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ. സ്കൂളുകളിലും സമൂഹത്തിലും മാനസികാരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക, കൗൺസലിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക, മാതാപിതാക്കളും അധ്യാപകരും തുറന്ന ആശയവിനിമയം പുലർത്തുക, ആരോഗ്യകരമായ ജീവിതശൈലികൾ, വ്യായാമം, യോഗ, ഹോബികൾ പ്രോത്സാഹിപ്പിക്കുക, സോഷ്യൽ മീഡിയയുടെ ഉത്തരവാദിത്വപരമായ ഉപയോഗം ഉറപ്പാക്കുക. ആശയവിനിമയം നടത്തിയവർ വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, അധ്യാപകരും സ്കൂൾ കൗൺസിലർമാരും, മനഃശാസ്ത്രജ്ഞരും, സമൂഹ പ്രവർത്തകരും, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ. 7. അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ. വിദ്യാർത്ഥികൾ അവർക്ക് സംസാരിക്കാൻ ഒരാൾ വേണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. മാതാപിതാക്കൾ മക്കളുടെ മാനസികാരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അധ്യാപകർ വിദ്യാർത്ഥികളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ തിരിച്ചറിയാനുള്ള പരിശീലനം ആവശ്യപ്പെട്ടു. കൗൺസിലർമാർ മാനസിക ആരോഗ്യത്തെപ്പറ്റിയുള്ള ബോധവൽക്കരണം അത്യാവശ്യമാണെന്ന് പറഞ്ഞു. സർവേയിൽ നിന്നും വ്യക്തമാക്കുന്നത് യുവാക്കളിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വേഗത്തിൽ വളരുന്ന ഒരു സാമൂഹിക പ്രശ്നമാണെന്നാണ്. കുടുംബം, സ്കൂൾ, സമൂഹം എന്നിവർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ യുവാക്കൾക്ക് സുരക്ഷിതവും ആത്മവിശ്വാസമുള്ളതുമായ പരിസ്ഥിതി ഒരുക്കാൻ കഴിയും.